പാർട്ടി ചെയർമാൻ ആരോഗ്യമുണ്ടെന്നും പി ജെ ജോസഫ് മാറുമെന്ന് പാർട്ടിയിൽ ആരും പറഞ്ഞിട്ടില്ല എന്നും അബു ജോൺ ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി ഓടി നടന്ന ആളാണ് പി ജെ ജോസഫ്. ഉഭയകക്ഷി ചർച്ചകൾ ഇനിയും തുടരേണ്ടതുണ്ടെന്നും സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. ഇടുക്കി ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ജില്ലയിൽ 5 നിയോജകമണ്ഡലമാണ് ഉള്ളത്. അതിൽ തൊടുപുഴയിൽ UDF ജയിച്ചു. പീരുമേട് സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് സ്ഥാനാർത്ഥി 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ദേവികുളത്ത് ഏതാണ്ട് 7000 ചില്ലാൻ വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഉടുമ്പൻചോലയിൽ 38,000 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് 5000 ചില്ലാൻ വോട്ട് പരാജയപ്പെട്ടു. അപ്പം ഇത് ഇടുക്കിയുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ 5 നിയോജക മണ്ഡലങ്ങളും ഇടുക്കി ജില്ലയിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ മുന്നണി ഒരു സംവിധാനത്തിൽ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണനകൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടല്ല ആരോഗ്യപരമായ ഒരു തീരുമാനങ്ങളുമായിട്ട് മുന്നണി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം. പാർട്ടി ചെയർമാൻ തുടർച്ചയായി മത്സരിക്കുന്ന തൊടുപുഴ സീറ്റ് ഇത്തവണ അതിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. മറിച്ച് ആരെങ്കിലും ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇവിടെ സ്ഥാനാർത്ഥി ആരാണെന്നോ സ്ഥാനാർത്ഥി മാറുമെന്നോ എന്നോ ഔദ്യോഗികമായിട്ടൊരു തീരുമാനം വരാത്തിടത്തോളം കാലം ഇതിനെ മറിച്ചൊരു അഭിപ്രായം ഈ പാർട്ടിക്കില്ല എന്ന് തന്നെ കരുതിക്കൊള്ളുക. കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പാർട്ടിയുടെ കമ്മിറ്റി ചേർന്ന് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി പാർട്ടി ചെയർമാനെ സ്ഥാനാർത്ഥികളെ നിയോഗിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തും. അതിനുശേഷം പാർട്ടി ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ ഉന്നത കമ്മിറ്റികൾ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അത് പത്രസമ്മേളനം വിളിച്ച് പറയുന്നതാണ് പാർട്ടിയുടെ ഒരു പൊതുവായ കീഴ്വഴക്കം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ നേതാവും ഓടി നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജത്തോടെ ഈ തൊടുപുഴയിൽ നടന്ന UDFൻ്റെ മഹാസമ്മേളനത്തിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി വീരോചിതമായി ഈ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഓടി വന്ന പാർട്ടി ചെയർമാൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട്? തൊടുപുഴയിലെ ജനങ്ങളാരും പറയത്തില്ല പി ജെ ജോസഫ് തൊടുപുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ഭരണത്തിൽ ഇല്ലാതെ ഇരുന്നിട്ട് കൂടി ഭരണകക്ഷി ഈ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് ഏതാണ്ട് നിർത്തലാക്കി വെച്ച പോലെയുള്ള സാഹചര്യത്തിൽ പോലും തൊടുപുഴയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത്